ഞാൻ അപ്പോഴേ പറഞ്ഞതാ വളമാരി ഇടല്ലേ ഇടല്ലേ എന്ന്. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും. വളം ശരിയല്ല. ഓ ഇനിയിപ്പോ വളത്തെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ അച്ഛന്റെ തെങ്ങ്. ബ്യൂട്ടിഫുൾ കാഴ്ച അല്ലേ? ഇവിടെ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അച്ഛൻ ഞാൻ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോയത്. അതുകൊണ്ടെന്താ പഠിക്കാൻ പാടില്ല നിയമമുണ്ടോ? അവിടെ മേശപ്പുറത്ത് കാപ്പി പലഹാരമുണ്ട്, പോയി എടുത്ത് കഴിച്ചേ. ചെല്. ഞാനൊരു കാര്യം പറയാം. നീ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞാലേ ഈ പിള്ളേരുടെ കാര്യം. ഒരുപാട് വളമെടുത്ത് കൊട്ടിയാലേ അതും കരിഞ്ഞു പോകും. മനസ്സിലായോ? മനസ്സിലായില്ല. മനസ്സിലാക്കണ്ട. പോയി കർഷകശ്രീ അവാർഡ് വാങ്ങി. ഈ മനുഷ്യൻ. ആ കഴിഞ്ഞ ദിവസം നമ്മളൊരു പാൻറ് വാങ്ങിച്ചില്ലായിരുന്നോ മോനേട്ടാ? ഇവനത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന്. പഴയ ഫാഷനാ. എന്തോ ഒരു പുതിയ എന്തോന്നോ ഒരു പാൻറ്. എന്തോടത്? ആ ബൂട്ട് കട്ട് എന്ന് പറഞ്ഞൊരു പാൻറ് തയ്ക്കണമെന്ന് അവൻ പറയുന്നത്. എടി ഈ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിനക്ക്? ഫാഷൻ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കും. ഈ മാന്യമായ വസ്ത്രധാരണം, അതായത് ഡീസൻറ്റ് ഡ്രസ്സിങ്, ജെൻ്റൽ ഡ്രസ്സിങ്, അതാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ഫാഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. എന്തോ ബൂട്ട് കട്ട്, ഷോർട്ട് കട്ട്, പിന്നെന്താണ് കൃതാവ് നീളത്തി വളർത്തണം, പിന്നെ ഒരു സിനിമയുടെ പേരിൽ അന്യൻ സ്റ്റൈലിൽ മുടി വളർത്തുക. നീ എന്താ ആലോചിക്കണേ? അല്ല, എൻ്റെ പെട്ടിക്കകത്ത് ഒരു ചെറിയ ഫോട്ടോ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിനകത്തൊരു 20 വയസ്സ് കാണും ആൾക്ക്. മുമ്പിലിങ്ങനെ ഒരു കുരുവിക്കൂടൊക്കെ ഇങ്ങനെ വെച്ച്, പിന്നെ ഒരു മീശ അതിങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ചുണ്ടിൻ്റെ ഇവിടം വരെ, പിന്നെ ഒരു കൃതാവ്, ഒരു ഊശ താടി, പിന്നെ ഭയങ്കര കളങ്ങള ഒരു ഷർട്ട്, ഇവിടുത്തെ ഇങ്ങനെ നീളത്തിൽ ഒരു വലിയ കോളറൊക്കെ ആയിട്ട്, പിന്നെ ഒരു ബെൽറ്റ് കാണുന്ന ആ ബെൽറ്റ്, പിന്നെ അത് കഴിഞ്ഞൊരു പാൻറ്റും. അതിന്റെ ഫ്ലെയർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ 30 സെന്റിമീറ്റർ ഇങ്ങനെ ചമ്മന്തി ഞാനിടും. അലവലാതി എന്നൊന്നും പറയല്ലേ മോനെ, നിനക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ നമുക്ക് ബൂട്ട് കട്ട് ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സമ്മതിച്ചില്ലേ? സമ്മതിച്ച അച്ഛൻ സമ്മതിച്ച. ബൂട്ട് കട്ട പൈസ ഞാൻ തരാം. ഇങ്ങോട്ട് കാണിക്കാൻ പത്രം.